എന്തിന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? അതും പച്ചക്കറി ഒന്നും ചേർക്കാത്തൊരു അടിപൊളി ഒന്നൊന്നര ടേസ്റ്റുള്ള സാമ്പാർ. അതിനായിട്ട് ഞാൻ ഇവിടെ 2 തക്കാളിയും 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയും നമ്മുടെ സവാളയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് സാമ്പാർ പരിപ്പാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് സീസണിങ്ങിന് വേണ്ടിയിട്ട് കടുകും ജീരകവും ചേർക്കാവുന്നതാണ്. കടുകും ജീരകവും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലോട്ട് വറ്റൽമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഈ സീസണിങ് ടൈമിൽ നമ്മുടെ കറിവേപ്പില കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സീസണിങ് ടൈമിൽ എൻ്റെ കൈവശം ഇപ്പോൾ കറിവേപ്പില അവൈലബിൾ അല്ല, ലഭ്യമല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇതിലോട്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കാം. സവാള നന്നായിട്ട് വഴാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കണക്കൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മാത്രം ചേർക്കുക കേട്ടോ. ഉപ്പ് കറിയുടെ അവസാനവും ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നിങ്ങളുടെ പാകത്തിന് ചേർക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മളിവിടെ തക്കാളി ചേർക്കുന്നുണ്ട്. സവാളയും തക്കാളിയും നന്നായിട്ട് യോജിപ്പിച്ച് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് സവാളയും തക്കാളിയും നല്ല രീതിയിൽ വഴറ്റുന്നുണ്ട്. ഞാനിവിടെ 1 സവാളയും 2 തക്കാളിയാണ്. സവാള ഒരു മീഡിയം വലിപ്പം സൈസാണ്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇപ്പോൾ 1 തക്കാളിയും 1 സവാളയൊക്കെ ആയിട്ട് എടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി ഒന്ന് വഴണ്ട് വന്നപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസ് എടുത്തിട്ടില്ല. നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. കാരണം കുക്കറിൽ സാമ്പാർ പരിപ്പ് വേവിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ആവശ്യാനുസരണം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം പച്ചമണം മാറി എന്ന് കാണുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ച നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സാമ്പാർ പരിപ്പ് വേവിച്ചത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ സാമ്പാർ പരിപ്പും നമ്മുടെ ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ സാമ്പാർ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.